everyone, it's me dietitian Alida. PMOs ഉള്ളവർ കോമൺ ആയിട്ട് ചെയ്യുന്ന 6 മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇറഗുലർ പീരീഡ്സ് ഇഗ്നോർ ചെയ്യുന്നത്. പീരീഡ്സ് ഇറഗുലർ ആണെന്നുണ്ടെങ്കിലും അത് നോർമൽ ആണ്, സ്ട്രെസ്സിന്റെ ഭാഗമാണെന്ന് കരുതിയിട്ട് പലരും ഇത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ഈസ് ഫുഡ് ചോയ്സസ് ശ്രദ്ധിക്കാത്തത്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, പ്രോസസ്ഡ് ഫുഡ്സ് കൂടുതലായിട്ട് കഴിക്കുക, പ്രോട്ടീൻ കുറച്ച് കഴിക്കുക എന്നിവ ബ്ലഡ് ഷുഗർ ഇംബാലൻസിനും ഹോർമോണൽ ഇഷ്യൂസിനും കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് എക്സസൈസ് സ്കിപ്പ് ചെയ്യുന്നത്. റെഗുലർ എക്സസൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വേഴ്സൺ ചെയ്യാനും അതേപോലെ തന്നെ വെയിറ്റ് മാനേജ്മെന്റ് ബുദ്ധിമുട്ടാവാനും സാധ്യതയുണ്ട്. സ്ലീപ്പ് ഇഗ്നോർ ചെയ്യുന്നത്. ലേറ്റ് നൈറ്റ് സ്ലീപ്പ്, ഉറക്കക്കുറവ് എന്നിവ PMOS സിംറ്റംസിനെ വേഴ്സൺ ചെയ്യും. സ്ട്രെസ് മാനേജ് ചെയ്യാത്തത്. സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോൾ ഹോർമോൺ ഉയരും. ഇത് ക്രേവിങ്സ്, വെയിറ്റ് ഗെയിൻ, ഹോർമോണൽ ഇംബാലൻസ് എന്നിവ കൂടാൻ കാരണമാവുന്നുണ്ട്. ഇനി പറയുന്നതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. PMOS ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ഇതുവരെ ആക്ഷൻ ഒന്നും എടുക്കാത്തത്. PMOS കൺട്രോൾ ചെയ്യാൻ ഡയറ്റ് മാത്രം പോരാ. ബാലൻസ്ഡ് ഫുഡ്, റെഗുലർ വർക്ക്ഔട്ട്, ഗുഡ് സ്ലീപ്പ്, സ്ട്രെസ് മാനേജ്മെന്റ്, കൺസിസ്റ്റൻസി ഇവയെല്ലാം ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ് ഡയറ്റ്, വർക്ക്ഔട്ട്, ഡെയിലി ഗൈഡൻസ് എന്നിവയോടുകൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുണ്ട്. PMOS ഫ്രണ്ട്ലി ബാച്ചിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ.